നമസ്കാരം. അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് പുതിയ മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി. നമസ്കാരം കൃഷ്ണൻകുട്ടിയേട്ട. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പുതിയൊരു ചുമതല, പുതിയ പദവി. ഞങ്ങൾ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഈ ഒരു പദവിയിലെത്തുമ്പോൾ, ഈ ഒരു നിലയിൽ ജനസേവനത്തിന്റെ ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തു തോന്നുന്നു? എനിക്ക് എന്തെങ്കിലും നാട്ടിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹക്കാരാണ്. ഞാനെന്താ വെച്ചാൽ ഏറ്റവും സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരു മനുഷ്യനാണ്. അവരുടെ ദുഃഖം എന്താണെന്ന് നേരിട്ട് അറിയുന്നവരാണ്. ഇപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ ഈ വരൾച്ചയുള്ള ഏറ്റവും ഉള്ള പ്രദേശമാണ്. അവിടെ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല, എന്നാൽ ഇവിടെ പോയാൽ മാത്രമേ അറിയുള്ളൂ. ലോറിയിലാണ് വെള്ളം വരിക. കുടിക്കാനുള്ള വെള്ളം പാവപ്പെട്ട ആളുകളാണ്. ആ കുടിക്കാൻ ലോറിയിൽ വരുമ്പോൾ അത് ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ 10 മണിക്ക് വരും, ഒരു പോയിന്റിൽ 11 മണിക്ക് വരും, ഒരാൾ ഒരു പോയിന്റിൽ 12 മണിക്ക് വരും. അപ്പോൾ ഈ വെള്ളം പിടിക്കാൻ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകും. അപ്പോൾ മക്കൾ 2 പേരുണ്ടെങ്കിൽ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, ആൺകുട്ടിനെ സ്കൂളിലേക്ക് അയക്കും, ഈ പെൺകുട്ടിയെ ഈ ലോറിയിലെ വെള്ളം പിടിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വിടാതെ നിർത്തും. ഇതാണ് സാഹചര്യം. അത് നമുക്ക് കാണുമ്പോൾ നമ്മുടെ ആ വിഷമം അത്രയും ഉണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണ്ടേ? ഭക്ഷണം പാകം ചെയ്യാൻ, കുളിക്കാൻ, എല്ലാറ്റിനും കൂടി ഈ ലോറിയിൽ വെള്ളം വരുന്നതാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം കണ്ടാണ്. അതേപോലെ കൃഷിക്കാർ, 10 ഏക്കറുള്ള കൃഷിക്കാരും പോലും കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 10 ഏക്കറുള്ള സ്ഥലം. പക്ഷെ അവർക്കത് വിൽക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് മാത്രം അത് കയ്യിൽ വയ്ക്കുക. അവസാനം പണിക്ക് പോകും. മഴ പെയ്യുമ്പോൾ മാത്രം പണി കിട്ടുന്ന പ്രദേശമാണ് അത്. നമ്മുടെ കേരളത്തിൽ ഇത്രയും മഴയുള്ള പ്രദേശത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു മുൻഗണന. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി ഉണ്ടല്ലോ. കൃഷ്ണൻകുട്ടിയേട്ട, ചിറ്റൂർ മേഖല മാത്രമല്ല, അട്ടപ്പാടി, കൊല്ലങ്കോടിൻ്റെ, നെന്മാറയുടെ കിഴക്കൻ ഭാഗം ഒക്കെ, നമ്മുടെ ഈ പാലക്കാട് ജില്ലയുടെ കിഴക്കൻ ഭാഗം ഒക്കെ വരുന്നുണ്ടാണ്. ഇത് കിഴക്കൻ പാലക്കാട് മാത്രമുള്ള ഒരു ഇതാണ്. പിന്നെ ആ പ്രദേശത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. വയനാട്ടിലൊരു ചില പ്രദേശങ്ങളുണ്ട്, ഇടുക്കിയിൽ ചില പ്രദേശങ്ങളുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ ഒരു വാർത്താ പ്രാധാന്യമായിട്ട് വരുന്നില്ല. അവിടേക്ക് തൊഴിൽ ധാരാളം കിട്ടുന്നത് കൊണ്ട് ഇവിടെ തൊഴിലിൻ്റെയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതും ധാരാളം കിട്ടാണ്ടിരിക്കുമ്പോൾ വല്ലാത്ത വിഷമത്തിലാണ് അവിടെ അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ പൊതുപ്രവർത്തനത്തിൽ ഒരു 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 എന്താണ് ഒരു തൃപ്തി ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാകുന്നുള്ളത് തന്നെയാണ് എൻ്റെ. അപ്പോൾ പിണറായി വിജയൻ മന്ത്രിസഭയിലെത്തിയ താങ്കൾ കൃഷ്ണൻകുട്ടിയേട്ടൻ സ്വയം ഒരു കിഴക്കൻ പാലക്കാടിന്റെ അവികസിത മേഖലയിലെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് കാണുകയാണോ? അത് മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ ഈ ലോറിയിൽ വെള്ളം കൊണ്ടുപോകുന്ന സംഭവങ്ങളുണ്ട്, പലയിടത്തുണ്ട്. ആ ലോറിയിൽ വെള്ളം കൊണ്ടുപോകുന്നത് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമായി. ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്കാണോ ഈ തിരിച്ചറിവ്? അല്ല, ഞാൻ അതിനു മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, അതിലൊക്കെ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാലമായി അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. അല്ലാണ്ട് ഞാനിപ്പോൾ ഒരു ജലവകുപ്പ് മന്ത്രിയായിട്ട് വന്ന് പറയല്ല. ഇതെല്ലാം വലിയൊരു അനുഭവമാണ്. അത് കിട്ടാത്തവർക്ക് മാത്രമേ അതിൻ്റെ ദുഃഖം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമുക്ക് വെള്ളം ധാരാളം ഉപയോഗിക്കുന്നവർക്ക് അതെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ല. ഒരു കുടം ഒരു വെള്ളം വയ്ക്കുക, ഒരു കേക്ക് അവിടെ വെച്ചാൽ കേക്ക് എടുക്കില്ല, വെള്ളം എടുക്കുള്ളൂ. അതാണ് അതിൻ്റെ അവിടുത്തെ സ്ഥിതി. കൃഷ്ണൻകുട്ടിയേട്ടൻ ഒരു ഗ്രാമീണനാണ്, ഒരു കർഷകനാണ്. ആ മേഖലയിലെ പ്രശ്നങ്ങൾ ഒരുപാട് ഉയർത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു പോരാളിയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെന്നോ പൊതുപ്രവർത്തകനെന്നോ അതിലപ്പുറം ഒരു പോരാളിയാണ്. പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പോരാളിയാണ്. ഇങ്ങനെ ഒരാൾക്ക് മന്ത്രി പദവി കൈവരുമ്പോൾ ചില പ്രതിജ്ഞകൾ മനസ്സിൽ വരുന്നുണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്? അല്ല, നമുക്ക് കാർഷിക മേഖല അതെ വല്ലാത്തൊരു തകർച്ചയിലാണ്. നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ള തകർച്ചയാണ്. ഇന്നലെ തന്നെ നമ്മൾ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതിന് മുമ്പ് തന്നെ ഞാനതിൻ്റെ ആർട്ടിക്കിളൊക്കെ എഴുതി. ഇപ്പം എന്താ വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഈ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല. 10 ഏക്കർ ഒരു കൃഷി ഉണ്ടെങ്കിൽ 1970 ഒരു മാസം 1200 റുപ്യ കിട്ടും. അന്ന് ജില്ലാ കളക്ടറുടെ ശമ്പളം എത്ര അറിയോ? 960 റുപ്യ. അധ്യാപകന് വില 125 റുപ്യ. അപ്പോൾ ആരാ ഏറ്റവും വലിയ ആൾ? കർഷകനായിരുന്നു. കർഷകനായിരുന്നു.
ഇന്ന് അവരുടെ ശമ്പളം 300 ഇരട്ടി വർദ്ധിച്ചു. അധ്യാപകൻ്റെ 400 ഇരട്ടി വർദ്ധിച്ചു. ഞാൻ അവരെ കുറ്റം പറയാൻ, അവർക്ക് ആവശ്യമാണ്, ജീവിക്കാൻ മതിയായ വേതനമാണ്. പക്ഷേ കൃഷിക്കാരൻ്റെ എവിടെ എത്തിച്ചാൽ 16 ഇരട്ടിയെ വർദ്ധിച്ചുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക? അപ്പോൾ ഇന്ന് അതേ 10 ഏക്കറുള്ളൊരു കൃഷിക്കാരന് കിട്ടുന്ന നെറ്റ് ഇൻകം നെൽകൃഷിയാണെങ്കിൽ 10,000 ഉറുപ്പ്യ കിട്ടുള്ളൂ. 10,000 ഉറുപ്പ്യ കൊണ്ട് എങ്ങനെ കുടുംബം കഴിയും? ഇതിലെങ്ങനെ ഇടപെടാനാണ് ഉദ്ദേശിക്കുന്നത്? ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ഒരു മാന്ത്രിക വടി കയ്യിലേക്ക് വരുന്ന ഒരാളല്ലല്ലോ, എന്ത് ചെയ്യും? അല്ല, അതിൽ നമ്മൾ ഒന്ന് പുതിയ സാങ്കേതിക വിദ്യ, അവരിപ്പോൾ 10 ഏക്കർ ഞാൻ മുഴുവനായിട്ട് നെൽകൃഷി തന്നെ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അത് പിടിച്ചു നിൽക്കില്ല. അതിന് സയൻറ്റിഫിക്കായി പഠിച്ചാൽ കുറച്ച് വെജിറ്റബിൾസ് എങ്ങനെ ചെയ്യണം, അതേപോലെ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ, പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ഒരു ഇടപെടാതിരുന്നാൽ കൃഷി നിൽക്കില്ല. ഇപ്പോൾ ഒരു ചെറിയ ഇതിനെ സപ്പോർട്ട് പ്രൈസ് നിശ്ചയിച്ചു, MSP നിശ്ചയിച്ചു. ആ MSP നിശ്ചയിച്ച ശേഷം ഉണ്ടായ വർധനവ് എത്രയാണ്? MSP സ്വാമിനാഥൻ കമ്മീഷനിൽ A2, അതായത് നമ്മുടെ കൂലിച്ചെലവ്, നമ്മുടെ മറ്റേ ഉൽപ്പാദനത്തിൽ ഇൻപുട്സിന് വരുന്ന ചിലവുകളെല്ലാം കൂടി ചേർത്തിട്ടാണ് A2 ഇരിക്കുന്നത്. FL പറഞ്ഞാൽ ഫാമിലി ലേബർ, പിന്നെ അങ്ങനെ C2, ഇത് മൂന്നും കൂടി കണക്കാക്കണം എന്നാണ് ആര് പറഞ്ഞത്? സ്വാമിനാഥൻ കമ്മീഷനിൽ. അതിൽ A2ഉം FLഉം മാത്രമേ കണക്കാക്കിയുള്ളൂ, C2 കണക്കാക്കിയില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഈ വർധനവ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ആ C2ഉം കണക്കാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടുന്നതിൻ്റെ ഒരു 50% കൂടുതൽ കിട്ടുമായിരുന്നു താങ്ങുവിലയിൽ. അപ്പോൾ ആ C2 അവർ വിട്ടുകളഞ്ഞു. അതിനുശേഷം ഈ കണക്കാക്കിയതിന് ശേഷം ഉണ്ടായ വർധനവ് എത്രയാണ്? ഇപ്പോൾ ഒരു ബാഗിന് 270 ഉറുപ്പ്യ വർദ്ധിച്ചു. ഇപ്പോൾ ഇത്ര ഒരു മാസത്തിന് ശേഷം. അതേപോലെ ട്രാക്ടർ 600 ഉറുപ്പ്യ ഉണ്ടായിരുന്ന 1000 ഉറുപ്പ്യ കൊടുക്കണം വിതരണം. അപ്പോൾ ഈ വർധനവ് ഒന്നും ഈ MSP കണക്കാക്കുന്നതിൽ വന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അപ്പോൾ 10,000 ഉറുപ്പ്യാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 10 ഏക്കർ കൃഷി ചെയ്താൽ 10,000 ഉറുപ്പ്യാണ് മിച്ചം ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നത് 7,000 ഉറുപ്പ്യായി ചുരുങ്ങി. എങ്ങനെ പിടിച്ചു നിൽക്കും? അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ 2 പശുക്കളെ വളർത്തി അതിൻ്റെ കൂടെ കിട്ടുന്ന ആദായം കൂടി ഇതിൽ ഉൾപ്പെടുകയാണ്. അതിപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ 35 ഉറുപ്പ്യാണ് നമ്മുടെ മിൽമയൊക്കെ പാലെടുക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായി 3000 ലിറ്റർ പാലെടുക്കുന്നതൊക്കെ കമ്മിയാക്കി. തമിഴ്നാട്ടിലെ കൃഷിക്കാരനാണെങ്കിൽ സൊസൈറ്റികൾ പാലേ എടുക്കാതെയായി. അവരെന്ത് ചോദിച്ചാൽ നെതർലൻഡിൽ നിന്നും ഇവിടെ ആസ്ട്രേലിയയിൽ നിന്നും പാലിൻ്റെ പാൽപ്പൊടി ഇറക്കുമതി ചെയ്ത് അതിനെ പാലാക്കിയിട്ടാണ് ഇപ്പോൾ കമ്പനികൾ കൃഷിക്കാരത് പാലേ മേടിക്കുന്നില്ല. ഇതിലൊക്കെ ഒരു ഇടപെടൽ വേണ്ടതുണ്ട് അല്ലേ? അത് വളരെ ശക്തമായി നമ്മുടെ കർഷക സമൂഹം ഒന്നിച്ചിട്ട് ഇടപെടണം. ആ ഇടപെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ നയം തിരുത്താതിരുന്നാൽ വെച്ചാൽ ഇപ്പോൾ ആസിയൻ കരാർ വന്നു, RCPയുടെ കരാർ ഇപ്പോൾ ഒപ്പിടാൻ പോവുകയാണ്. ഇപ്പോൾ മോഡി 15 ഗവൺമെൻറ് സെക്രട്ടറിമാർ എതിർത്തിട്ടും അദ്ദേഹം അതിനെ ഒപ്പിടാൻ പോവുകയാണ്. നിതി ആയോഗിയുടെ വൈസ് ചെയർമാൻ ഇതിനെ എതിർത്തു. എന്നിട്ടും അയാൾ ഒപ്പിടാൻ പോവുകയാണ്. ഒപ്പിടാൻ വെച്ചാൽ സർവീസിൽ മാത്രം ഒരു ഇളവ് കിട്ടണമെന്നാണ്. അവർ സർവീസുമായിട്ടുള്ള ഇളവ് കൊടുക്കും. എന്താ പറയുക, അവർ എടുത്താലും നമ്മുടെ IT മേഖലക്കാർക്കൊന്നും അവിടെ കടക്കാനേ പറ്റില്ല. എന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്കും ഒക്കെ വന്നതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ഇനി വലിയ അങ്ങോട്ട് കടക്കാനുള്ള ഒരു സൗകര്യവും ഇല്ല. അതൊരു ഇളവ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ മോഡി വാദിക്കുന്നത്. അത് വാദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കും. ഇപ്പം തന്നെ 70% ടാക്സ് ഉണ്ട്. അത് 0 എന്താവും സ്ഥിതി? ഇപ്പം തന്നെ നമുക്ക് ഫ്രീ ട്രേഡ് സിലോണുമായിട്ട് മാത്രമേ ഉള്ളൂ, ഇന്തോനേഷ്യനൊന്നുമില്ല. ഇപ്പം എന്താ വെച്ചാൽ ഇന്തോനേഷ്യയിൽ നിന്ന് സിലോണിൽ വന്ന് എന്നിട്ടാണ് ഇവിടെ ഇറക്കുമതി. 900 ഉറുപ്പ്യ കുരുമുളക് ഉണ്ടായിരുന്നു, ഇന്ന് 300 ഉറുപ്പ്യ താഴെയായി. എങ്ങനെ പിടിച്ചു നിൽക്കും? ഇപ്പോൾ ഇന്ന് ഇതുവരെ കൃഷ്ണൻകുട്ടിയേട്ടനെ അറിയുക ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അറിയാം, ദീർഘകാലം MLA എന്നുള്ള നിലയ്ക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോരാളി എന്നുള്ള നിലയ്ക്ക് അറിയാം. ഇന്ന് താങ്കളിലേക്ക് കുറച്ച് കൂടുതൽ നോക്കാനുള്ളൊരു അവസരം കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് മറ്റേ ഒരു പൊതുപ്രവർത്തകനായി മാറിയത്? വീടിൻ്റെ സ്ഥിതി എന്തായിരുന്നു? അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യായിരുന്നു? അവിടെ നിന്ന് തുടങ്ങാം. എൻ്റെ അച്ഛനും കർഷകർ തന്നെയാണ്. അച്ഛൻ്റെ അച്ഛനൊക്കെ ആയിട്ട് കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ പിന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ മുതലാളിയായിട്ടല്ല, ഞാൻ എല്ലാ പണിയും ചെയ്യുമായിരുന്നു. അന്ന് കന്നുകളായിരുന്നു ജോലിയാണ്. അപ്പോൾ കന്ന് കൂട്ടും, കിളക്ക്, എല്ലാ പണിയും ചെയ്യും. കർഷക തൊഴിലാളി ചെയ്യുന്ന ഇതുപോലെ എല്ലാ പണിയും ചെയ്യും. നമുക്ക് ഈ അങ്ങനെയാണ് എനിക്ക് ഈ അധ്വാനത്തിൻ്റെ ഒരു തൊഴിലാളി അധ്വാനിക്കുമ്പോൾ അവരുടെ വേദന എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്തതുകൊണ്ടാണ്. ആ അനുഭവം നമ്മളൊരു വലിയ പാഠമാണ്. അങ്ങനെയാണ് കർഷകരെയും കർഷക തൊഴിലാളിയൊക്കെ സംഘടിപ്പിച്ചിട്ട് മൂവ്മെൻ്റ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ അന്ന് ഐത്വമൊക്കെ ഉണ്ടായിരുന്നു.
പ്രത്യേകിച്ച് ആ പ്രദേശത്ത് തമിഴ്നാടിനോട് അടുത്ത തമിഴത്തിന് അയത്തുണ്ടായിരുന്നു. ഓർക്കുണ്ടാവുമെന്ന് കർണാടക ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചായക്കടയിൽ കഴിഞ്ഞാൽ വെള്ളം മറ്റേ ചായ കൊടുക്കില്ല, അവിടെ ഇരുന്ന് വേറെ പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന വാർത്തകളുണ്ടായിരുന്നു. അതേപോലെ വെള്ളം ഈ സമ്പന്നന്മാരുടെ വീട്ടിലേ വെള്ളം ഉണ്ടാവുള്ളൂ, കിണറുണ്ടാവുള്ളൂ. ആ വെള്ളം മുക്കണമെങ്കിൽ ഇവർ അടിമപ്പണി ചെയ്യും പോലെ, അല്ലെങ്കിൽ വെള്ളം കൊടുക്കില്ല. ഇവർ 12 അണയാണ് കൂലി പറഞ്ഞാൽ 12 അണയ്ക്ക് അന്ന് അണയാണല്ലോ, 12 അണയ്ക്കേ കൂലി കൊടുക്കുള്ളൂ. കൂടുതൽ ആവശ്യപ്പെട്ടാൽ വെള്ളം ഇടുന്നില്ല. ഞാൻ നേരത്തെ വെള്ളത്തിൻ്റെ ഡിമാൻഡ് എന്താ, വെള്ളത്തിൻ്റെ വിഷമം എന്താണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ ചെയ്തിരുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെയാണ് നമ്മളത് വലിയ എങ്ങനെയാണ് സാധാരണ ഇങ്ങനെയുള്ള പ്രദേശത്ത് മൂവ്മെന്റ്സ് ഉണ്ടാവണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാരമ്പര്യം, രാഷ്ട്രീയ മാതൃകകൾ വേണം. എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകനായിട്ട് ഇതിനെയൊക്കെ എതിർത്ത് വന്നത്? അന്ന് ഞാൻ കോൺഗ്രസ്സിലായിരുന്നു. അപ്പോൾ അന്ന് സോഷ്യലിസ്റ്റ് നേതാക്കന്മാരായ വേലുവട്ടൻ ഇവരൊക്കെ ആയിട്ടാണ് നമുക്കൊരു കുട്ടിക്കാലത്ത് തന്നെ ഒരു വന്നത്. അപ്പോൾ ഇത് കണ്ടുവരുമ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അതെന്നാണ് അത് സംഘടിപ്പിക്കണം എന്നുള്ളൊരു തോന്നൽ. മനസ്സിൽ എന്തെങ്കിലും ഒരു നേതൃത്വം നേതൃത്വത്തിനല്ല ഞാൻ അന്ന് നേതൃത്വം, ഞാൻ നേതാവാകുന്ന ഏതെങ്കിലും ഒരു നേതാവ് മാതൃകയായിട്ടുണ്ട് അല്ല, അങ്ങനെയല്ല. നമുക്ക് ഈ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ അതിനെതിരായി പോരാടുന്നൊരു തോന്നൽ വന്ന് അങ്ങനെ പോയി. അല്ലെങ്കിൽ നേതാവാകുക, പഞ്ചായത്ത് മെമ്പറാകുക ഒന്നും ചെയ്തില്ല. ഞാൻ 1980 മറ്റേ നിയമസഭയ്ക്ക് മത്സരിക്കുമ്പോൾ ഞാൻ കാൻഡിഡേറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അന്ന് മറ്റേ ഫോണൊന്നും ഇല്ലാത്ത കാലമാണല്ലോ, ഈ ട്രങ്ക് ബുക്ക് ചെയ്യണം കിട്ടണമെങ്കിൽ. അന്ന് അനൗൺസ് ചെയ്ത ശേഷമാണ്, ഞാൻ ഗോപാലേട്ടനാണ് അന്ന് പാർട്ടിയുടെ പ്രസിഡന്റ്, മൂപ്പര് അനൗൺസ് ചെയ്തിട്ടാണ്, ഞാനൊരു വാക്ക് പോലും പറയാത്ത സമയത്താണ് നമ്മൾ MLA ആയത്. ഞാൻ ചോദിക്കട്ടെ, ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നെ സംഘടനാ കോൺഗ്രസിൽ പ്രവർത്തിച്ചു. അത് രണ്ടും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് സംഘടനാ കോൺഗ്രസ് ഉണ്ടാവുന്നതും മറ്റേ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ മറ്റേ കോൺഗ്രസ് ഉണ്ടാവുന്നതും. ആ കോൺഗ്രസ് കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു ഇപ്പോൾ? അന്നത്തെ കോൺഗ്രസ് ജനങ്ങളോടൊപ്പം നിന്ന കോൺഗ്രസ്സാണ്. അന്നത്തെ രാഷ്ട്രീയക്കാരെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെയുള്ള സാധാരണക്കാരുടെ, അപ്പോൾ നെഹ്റു ആണെങ്കിലും അന്നത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും, ജ്യോതിബാഹു, അങ്ങനെയുള്ളവരൊക്കെ പ്രഭു കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും അവർ വളർന്നതും സംഘടിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ നിന്ന് സംഘടിപ്പിച്ചാണ്. അപ്പോൾ അവരുടെ വേദന വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഈ സാധാരണക്കാരുടെ വേദന എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ മകനത് മനസ്സിലാവില്ല. അവൻ അപ്പർ ക്ലാസ്സിൻ്റെ കൂടെ ജീവിച്ച് അതിൻ്റെ കൂടെ വളർന്നു വന്നതാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് വരുമ്പോൾ അവൻ പറയും, എന്തറിയോ, നമുക്ക് നോക്കാൻ പറയും. ഞാനതല്ല, നമുക്ക് അപ്പം പരിഹരിക്കണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. അന്നത്തെ കോൺഗ്രസ് വേറെയായിരുന്നു എന്ന് കൃഷ്ണൻകുട്ടിയേട്ടൻ പറഞ്ഞു. ഇന്നത്തെ കോൺഗ്രസിലേക്ക് നോക്കുമ്പോൾ അന്നത്തെ കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് എന്തു പറയാനുണ്ട് അവരോട്? ഇപ്പോഴത്തെ കോൺഗ്രസിനെ കുറിച്ചൊരു വിലയിരുത്തൽ. ഇപ്പോഴത്തെ കോൺഗ്രസ് എന്താ വെച്ചാൽ, ഇപ്പോൾ കോൺഗ്രസ്സാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയും ഈ കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. ഗാന്ധിൻ്റെ കോൺഗ്രസും ഇപ്പോഴത്തെ കോൺഗ്രസുമായിട്ട് യാതൊരു പൊരുത്തവുമില്ല. ഗാന്ധിജി ആരുടെ കൂടെ വന്നത്? ഗാന്ധിജി പറഞ്ഞത് എന്താ, നെഹ്റുവിനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും ദരിദ്രനായവനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കണം. അങ്ങനെ ഒരു ചിന്തയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഏറ്റവും അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് എന്താണ് സഹായിക്കുക, അവരുടെ സുഖസൗകര്യങ്ങൾക്ക് ഏതൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് എല്ലാം നോക്കണം. ഇപ്പോഴത്തെ ഞാൻ ഇലക്ഷൻ തന്നെ നോക്കാം, ഇപ്പോഴത്തെ MP 100 കോടി 150 കോടി ചിലവഴിച്ചിട്ടാണ് MP അവർ പോയി ആർക്ക് വേണ്ടി നിൽക്കും? അതൊന്നും കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യമല്ല. അല്ല, അത് പോയി. ഇപ്പോഴത്തെ കോൺഗ്രസ് ഒരു ചെറിയൊരു വിവാദത്തിൽ കേരളത്തിൽ പെട്ടിരിക്കുകയാണ്. മുമ്പൊക്കെയുള്ള കോൺഗ്രസ് സാമൂഹ്യ പ്രശ്നങ്ങളിൽ എടുത്തത് പുരോഗതി വേണം എന്നൊരു നിലപാടായിരുന്നു. ഇപ്പോൾ ശബരിമല അമ്പലത്തിൽ യുവതികൾക്ക് കയറാമെന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ എടുത്ത നിലപാട് ആ കോൺഗ്രസിന്റെ പാരമ്പര്യവുമായിട്ട് പൊരുത്തം ഉള്ളതല്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് ഒരു പഴയ കോൺഗ്രസ്സുകാരൻ? 100% അതല്ലേ ശരി. അന്ന് സാമൂഹ്യ പരിഷ്കരണത്തിനെതിരായി നിന്നതൊക്കെ കോൺഗ്രസിന്റെ ആളുകളല്ലേ, നേതാക്കന്മാരല്ലേ. ഇന്ന് എന്ത് അവരിങ്ങനെ നിൽക്കുന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കോൺഗ്രസിന്റെ ശബരിമലയിലെ നിലപാട് അവരുടെ പാരമ്പര്യത്തിന് വിരുദ്ധമാണോ? തീർച്ചയായിട്ടും അവരുടെ പാരമ്പര്യത്തിന് വിരുദ്ധമല്ലേ, 100% വിരുദ്ധമല്ലേ. ഇന്നിപ്പോൾ ചർച്ചയിൽ തന്നെ അത് പറഞ്ഞല്ലോ. അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇതിനു വേണ്ടി നിന്നതല്ലേ, മാറ്റത്തിന് വേണ്ടി നിന്നതല്ലേ. അത് വിരുദ്ധമാണ്, വിരുദ്ധമല്ലേ. എന്താണ് അവരെ നയിക്കുന്നത്? വോട്ടാണോ? ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള നോട്ടമാണ്. ഇതിലിപ്പോൾ ഉണ്ടായത് എന്താ, BJP അടക്കം കോൺഗ്രസ് അടക്കം ആദ്യം ഇതിനനുകൂലിച്ചതാണല്ലോ. ഇവിടെ കുറച്ച് ആളുകൾ ഒരു ബഹളം ഉണ്ടാക്കിയപ്പോൾ അതിലൊരു ഒരു ഒരു ഇറങ്ങിയാൽ ഗുണം കിട്ടുന്നൊരു തോന്നൽ വന്നപ്പോൾ രണ്ട് വഴിക്കാരും കൂടി മത്സരിച്ചു. സത്യത്തിൽ
കോൺഗ്രസ് ഇല്ലെങ്കിൽ ബി ജെ പിക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഈ ബി ജെ പിക്ക് ശക്തി പകർന്നത് കോൺഗ്രസിൻ്റെ നിലപാട് കൊണ്ടാണ്. അല്ലെങ്കിൽ ബി ജെ പി ഇനി ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വന്നതാണ്. അതിൽ ഈ കോൺഗ്രസ്സുകാരും കൂടി ഇതിൽ ഇളകിയപ്പോൾ ഈ ജനങ്ങൾ മൊത്തത്തിൽ ഇതിൽ കൂടെ വരുന്നു തോന്നിയപ്പോഴാണ് ബി ജെ പിക്ക് ശക്തി പകർന്നത് കോൺഗ്രസിൻ്റെ ഈ നിലപാടാണ്. അല്ലെങ്കിൽ ബി ജെ പി മാത്രം വിചാരിച്ചാണെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, അനുഭവത്തിലേക്ക്, ജീവചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, കോൺഗ്രസിൽ നിന്ന് പിന്നീട് സംഘടനാ കോൺഗ്രസിലൂടെ ജനതാ പാർട്ടിയിലേക്കാണ് എത്തുന്നത്. ജനതാ പാർട്ടി ഉണ്ടാകുന്നത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. ആ ജനതാ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് പറയാനുണ്ട്? ആ സാഹചര്യം വീണ്ടും വരുന്നു എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അടിയന്തരാവസ്ഥയുടെ സാഹചര്യം, ആ സാഹചര്യം അത് വേറൊരു രീതിയിൽ അത് വന്നു. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടുള്ള ജനാധിപത്യ ധ്വംസനം, ഭരണകൂടത്തിന്റെ അമിതാധികാര പ്രയോഗം ഒക്കെയാണ്. ആ കാലം തിരിച്ചു വരുന്നു എന്നാണ്. ആ കാലം തിരിച്ചു വന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് തിരിച്ചു വരാൻ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ചിത്രമില്ല എന്നല്ലേ ഉള്ളൂ. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നായി അവരില്ലാണ്ടാക്കാണ്, ഇല്ലേ? സുപ്രീം കോടതി കുഴപ്പത്തിലാക്കിയോ? ഇലക്ഷൻ കമ്മീഷൻ അതെ കുഴപ്പത്തിലാക്കിയോ? റിസർവ് ബാങ്ക് ഇപ്പം ഞാനും നിങ്ങളിപ്പോൾ താങ്കൾ ഇവിടെ ഇരിക്കുന്നു, അല്ലേ? മാസത്തിൽ ഇത്ര റുപ്യ കിട്ടിയാൽ കിട്ടിയത് കൊണ്ട് എനിക്ക് പോയി ഇന്നത് മേടിച്ചിട്ട് വരാമെന്നുള്ളൊരു നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസം തകർത്തില്ലേ? വിശ്വാസം തകർത്തു. പിന്നെ ഇനിയിപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ ബാങ്കിൽ നമ്മളെ കൊണ്ട് പണം കിട്ടുന്നത് എന്താ ഉറപ്പായത്? ഇപ്പോൾ കരുതൽ ധനോധാരണ വെച്ചത് അതെടുത്ത് ആർക്കാണ് കൊടുക്കുന്നത്? ഈ വൻകിട 31 ആളുകളുടെ ഇതാണ് ഈ ബാങ്കുകളൊക്കെ നഷ്ടമായി എന്നുള്ളതിൽ ഞാനൊരു റിപ്പോർട്ട് വായിച്ചു. ആ കടം 2 ലക്ഷം കോടി കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പ്രൊവിഷൻ കൊടുത്തു. അത് പോരാണ്ട് ഈ 3 ലക്ഷം കോടിയും കൂടി കരുതൽ ധനം എടുത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അടുത്ത് നമ്മൾ പോയാൽ, ബാങ്കിൽ പോയാൽ അത് കിട്ടുന്നുള്ള ഉറപ്പെന്താ നമുക്കുള്ളത്? ഇപ്പം എന്താ പണം ഉണ്ടാക്കുന്നതിൻ്റെ രീതിയെ മാറ്റിയില്ല അവർ. പണം ഇപ്പം പണ്ട് ടാറ്റയാണെങ്കിലും ബെർലി ഉണ്ടെങ്കിലും ഫാക്ടറി ഉണ്ടാക്കണം. ഫാക്ടറി ഉണ്ടാക്കി ഉൽപ്പാദനം ഉണ്ടാക്കി കൊണ്ട് വിറ്റ് നമ്മളൊക്കെ മേടിച്ചാൽ മാത്രമേ, സോപ്പായാലും മേടിച്ചാൽ മാത്രമേ മുതലാളിക്ക് ലാഭം കിട്ടുള്ളൂ. ഇപ്പോൾ ഫാക്ടറി വേണ്ട, ഉൽപ്പാദനം വേണ്ട, തൊഴിലാളി വേണ്ട, ഒന്നും വേണ്ട പണം ഉണ്ടാക്കാൻ. ഇപ്പോൾ റാഫേൽ ഇടപാടിൽ ഏതെങ്കിലും ഒരു നട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ? യുദ്ധത്തിൽ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, ഒരു സാധനം ഉണ്ടാക്കിയില്ല. അയാൾ എന്ത് ചെയ്തു? വെറും ഈ ഒരു രജിസ്ട്രേഷൻ കഴിച്ചു, രാഷ്ട്രീയ സ്വാധീനം വെച്ചു, 550 കോടിയുടെ 1200 കോടിപ്പിക്ക് എടുത്തില്ല. അതൊക്കെ മുതലാളിമാരുടെ പണം ഉണ്ടാക്കുന്നതിൻ്റെ രീതി എങ്ങനെയുണ്ട്? അതേപോലെ അഡാനി കൽക്കരി ഇറക്കുമതിയിൽ എന്തായാലും മുതൽ മുടക്ക്? സ്റ്റേറ്റ് ബാങ്ക് എന്ന് ചോദിച്ചു പണം. അപ്പോൾ 7000 കോടിയിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല, അതിൻ്റെ മറ്റേ ഷെയർ അത്രയേ ഉള്ളൂ. ഉടനെ SBT ടൈറ്റിൽ ഏൽപ്പിച്ചു, 15,000 കോടി കൊടുത്തു. ആ പണം കൊടുത്ത് കൽക്കരി മേടിച്ചു, അല്ലേ? എന്നിട്ട് ആ കൽക്കരിയിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻവയറമെൻറ്റലിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്നും പൈസ മേടിച്ചു കൊടുത്തു. ഈ സ്ഥിതി പോയ ഇന്ത്യ എവിടെ എത്തും? എവിടെ എത്തും? എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ കുറച്ച് മുതലാളിമാരുടെ കയ്യിലും ഇതിൻ്റെ കയ്യിലും വരുമ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കേട്ടോ, ഞാൻ ശരിയായിരിക്കണം എന്നല്ല, ഇനിയിപ്പോൾ പാകിസ്ഥാനായിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയ വാറുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു വികാരം ഉണ്ടാക്കി ഇലക്ഷനിലേക്ക് പോകുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഈ ജനാധിപത്യം ഈ രീതിയിലാണ് പോകണമെങ്കിൽ നിൽക്കുന്നുള്ള വിശ്വാസം ഇല്ല. എല്ലാ ഭരണഘടനാ സ്ഥാപനം പോയതാലും എങ്ങനെ പോവും? ഇതല്ലേ വരാൻ പോകുന്നത്? ഇതാണ് എനിക്ക് തോന്നുന്നത്. ഈ ജനതാ പാർട്ടിയിൽ നിന്ന് പിന്നീട് ജനതാദൾ ആവുന്നുണ്ട്. ജനതാദളിന്റെ ഒരു ആശയം ഒക്കെ ഉണ്ടാവുന്നത് പഴയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നുള്ള ഊർജം സമാഹരിച്ചിട്ടാണ്. ആ ഒരു സോഷ്യലിസ്റ്റ് പാരമ്പര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് പറയാനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഇതിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് ഉയർത്തിക്കൊണ്ടുവരണം. ഇത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ എനിക്കെന്ത് ലാഭം വേറൊരാൾക്കെന്ത് ലാഭം എന്നുള്ള നിലയ്ക്കല്ലാതെ ഇതെല്ലാം കൂടി ഉയർത്തിക്കൊണ്ടുവരണം. ആ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ തകർക്കാനാണ് ഇപ്പോൾ ശബരിമലയും അയോധ്യയും ഒക്കെ എടുത്തിരുന്നത്. ഇതിപ്പോൾ ഞാൻ പാലിൻ്റെ പറഞ്ഞ ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാവർക്കും ബാധിക്കുന്നില്ലേ? ജീവിതത്തിനെ ബാധിക്കുന്നില്ലേ? ഇപ്പോൾ ജനങ്ങളുടെ ജീവിത പ്രശ്നത്തിനെ ഉയർത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് അത് തടയാനാണ് അവർ ഈ വികാരം ഉണ്ടാക്കണം. നമ്മുടെ ആൾക്കാരുടെ വികാരം എന്തായി? ശബരിമലയിലെ ചർച്ച പാവപ്പെട്ടവന് ഇവിടെ മറ്റേ 1000 ഉറുപ്പ്യ വിറ്റ കുരുമുളക് വിറ്റതിന് 300 ഉറുപ്പ്യ ആക്കിയിട്ട്
അതിലല്ല വിഷമം വരുന്നത്. വിഷമം ശബരിമലയിലല്ലേ, ശബരിമലയിൽ കാണിക്കുന്നതിനെ കുറിച്ചല്ലേ നമ്മുടെ ചർച്ചയുള്ളൂ. നിങ്ങളിപ്പോൾ എന്താ ചർച്ച? മീഡിയ മുഴുവൻ അതല്ലേ ചർച്ചയുള്ളൂ. ഈ പ്രശ്നങ്ങൾ ആരെങ്കിലും നിങ്ങൾ ചർച്ച ചെയ്യുന്നു? ഇന്ന് 21 റുപ്യ പാല് വില ചർച്ച ചെയ്തോ? 35 റുപ്യ കിട്ടിയിട്ട് ജീവിക്കാൻ വഴിയില്ല. ആരെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? വിത്ത് അറിയോ, സിഞ്ചൻ്റെയും വേറും ഇതെല്ലാം കൂടി ലയിച്ചു. ഇവിടെ ചർച്ചയില്ല. ലയിച്ചത് പോട്ടെ, എന്താ ഉണ്ടായത്? 400 ഉറുപ്പ്യ ഉണ്ടായിരുന്ന തക്കാളി വിത്ത് 7000 ഉറുപ്പ്യായി. നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തോ? 7000 ഉറുപ്പ്യായി. ഇതൊന്നും ചർച്ച ചെയ്യില്ലല്ലോ. അപ്പോൾ ഈ വികാരമുള്ള ആളുകളൊക്കെ യോജിക്കുന്നു എന്നുള്ള തോന്നില്ല. അതാണ് കർഷക സമരങ്ങളിപ്പോൾ CPM-ൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള കർഷക സമരങ്ങളിലേക്ക് ആൾ കൂടി CPM ഉണ്ടായിട്ടല്ല, അവിടെ നിന്ന് അത്ര വലിയ ശക്തിയല്ലല്ലോ. പക്ഷെ ജനങ്ങളെ മുഴുവനും അതിൻ്റെ കൂടെ വന്നില്ലേ ആ ഇഷ്യൂ എടുത്തപ്പോൾ? ഇപ്പൊ കൃഷ്ണൻകുട്ടിയിട്ട് ഈ പറയുന്നത് മുഴുവൻ ഇത് മുഴുവൻ ഒരു സോഷ്യലിസ്റ്റിന്റെ വിചാരങ്ങളോ വേദനകളോ ഒക്കെയാണ്. പഴയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ആവട്ടെ ഇങ്ങനെ ചെതറി നാട്ടിലേക്ക് പോയി. ഇതൊക്കെ കൂടി പുനരേകീകരിക്കാൻ വേണ്ടി പഴയ ലോഹിയൊക്കെ നയിച്ച സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോലെയോ അല്ലെങ്കിൽ ജനത തന്നെ വന്നപ്പോ അത് അതെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ജനതയൊക്കെ വന്നപ്പോ ഒക്കെ ഇന്ത്യ ഒരു ദ്വികക്ഷി ഭരണത്തിലേക്ക് പോവുകയാണ് എന്ന് പോലും നിരീക്ഷിച്ച ആളുകളുണ്ട്. ആ മൂവ്മെന്റ് അതെല്ലാം തകർന്ന് ചെതറി പോയിരിക്കുന്നു. ഇതിന്റെ പുനരേകീകരണത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല, ഇതൊരു സാഹചര്യത്തിൽ ഇത് വരാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള വിശ്വാസം. അത് തിരിച്ചു വരും എന്നാണോ? തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല. ഈ സാഹചര്യം അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യം ഇല്ലേ? അതെ, ജയിലിൽ കിടന്നിട്ടാണ് പാർട്ടി ഉണ്ടായത്. അതേപോലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. അതിനെ തകർക്കുക എന്നുള്ളതാണ് മോഡി ഈ വികാരം കൊണ്ടുണ്ടാക്കുന്നത്. അയോധ്യയും ശബരിമലയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ മുദ്രാവാക്യമാണ്. പക്ഷെ അതിൽ നമ്മളൊക്കെ പ്രതിപക്ഷവും നമ്മളെല്ലാവരും കൂടി ഒരു ചെറിയ പരാജയം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇതിന് ജനങ്ങളെ ഈ രീതിയിലൊന്ന് സംഘടിപ്പിക്കുന്നതിൽ നമ്മൾ വേണ്ട രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് മതി. അല്ലെങ്കിൽ കുറച്ചുകൂടി അനുഭവം വന്നാലേ അത് വരുള്ളൂ. അടിയന്തരാവസ്ഥക്കെതിരായ ചെറുത്തുനിൽപ്പ് അതിൻ്റെ സമരത്തിനുമൊക്കെ സ്വാതന്ത്ര്യം, ജനാധിപത്യം അതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയും ഒരു വർഗീയത അന്നുണ്ടായിരുന്നില്ല. ഇന്ന് വർഗീയതയാണ് എടുക്കുന്നത്. മതവികാരം എല്ലാ ആളുകളുടെയും ഉള്ളിൽ എവിടെയെങ്കിലും മതവും വിശ്വാസവും ഒക്കെ ഉണ്ട്. ആ മതവിശ്വാസിയെ ആ ദൈവവിശ്വാസിയെ ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരമാണല്ലോ. ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും ഈ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ട്? ഇത് മനസ്സിലാക്കി അവരെ ഇരുത്തി ബോധ്യപ്പെടും. നിന്റെ ജീവിതം തകർന്നു കഴിഞ്ഞു എന്നുള്ള തോന്നണ്ടേ? ഇപ്പം IT മേഖല ഇപ്പം എന്താ സ്ഥിതി? ഇൻഫോസിസ് നിന്ന് എത്ര ആളുകളെ പിരിച്ചുവിട്ട്? TCS നിന്ന് പിരിച്ചുവിട്ടു. സിസ്കോന്ന് എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ മകൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ മാനേജർ. രാത്രി വിളിച്ചു പറയും ഈ ആഴ്ച ഇത്ര ആളെ പിരിച്ചുവിടുന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ജോലി കിട്ടിയ ഫ്ലാറ്റ് കെട്ടിയിട്ടുണ്ടാവും, കാറും മേടിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ഇല്ല എന്ന് പറയുകയാണ്. ആ കാറിനെ അവിടെ ഇട്ടിട്ടാണ് വരുന്നത്. കുറച്ചു കാലം മുമ്പാണെങ്കിൽ നടക്കില്ലായിരുന്നു. ഇതാണ് ഇപ്പോൾ സ്ഥിതി. ഇപ്പോൾ തൊഴിൽ നിയമത്തിൽ മാറ്റം കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ് കണ്ടില്ലേ, ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ. ആർക്കാ ഗുണം? കമ്പനിക്കാർക്ക് ഗുണം ഉണ്ടാക്കുന്ന രീതിയിലാണ് എല്ലാം. ഈ കുറച്ച് മുതലാളിമാർക്ക് മാത്രം അവിടെ നിന്ന് പൈസ മേടിച്ച ഇലക്ഷനിലേക്ക് പോവുക, ഈ വർഗീയ വികാരം ഉണ്ടാക്കുക, ജയിക്കുക എന്നുള്ള രീതി. അല്ല, വർഗീയ വികാരം കൊണ്ട് ഇതിങ്ങനെ കുറെ കാലം പിടിച്ചു നിൽക്കാമെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങള് മുകളിൽ വരില്ലേ? എപ്പോഴെങ്കിലും ഒരു മൂവ്മെന്റ് വരണ്ടേ? വരും. അതേ വരാൻ ഇപ്പോൾ ഇനി ഒരു പ്രാവശ്യം മോഡി ഇതേ രീതിയിൽ കളിച്ചിട്ടൊരു അധികാരത്തിൽ വന്നാൽ വേറൊരു ഹിറ്റ്ലർ തന്നെയാവും. കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിയായ ഒരു സമയത്തെക്കുറിച്ച് എന്തു തോന്നുന്നു? കേരളം വല്ലാതെ വർഗീയമായിട്ടൊക്കെ ധ്രുവീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു സമയം. ഇന്നത്തെ നിയമസഭ പോലും സ്മൂത്തായ രീതിയിൽ നടക്കാത്ത ഒരു സ്ഥിതി. അങ്ങനെ ഒരു ഘട്ടത്തിൽ വന്ന് മന്ത്രിയായിരിക്കുന്നു. എന്തു തോന്നുന്നു ഈ ഘട്ടത്തെക്കുറിച്ച്? വിഷമമുണ്ട്, സത്യത്തിൽ വിഷമമുണ്ട്. നമുക്ക് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാവരും കൂടി ചെയ്തു കൊടുക്കേണ്ട ചില കാര്യമുണ്ട്. പ്രളയം വന്നു ഇല്ലേ, നമുക്ക് അർഹതപ്പെട്ടത് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയില്ല എന്നുള്ള മനസ്സില്ലേ? എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നില്ലല്ലോ. ഇത് നിൽക്കേണ്ടതല്ലേ? അതാണ് ഞാൻ ഈ സങ്കടം പറയുന്നതിൻ്റെ ഒരു കാരണം. നമുക്ക് തരാൻ സഹായിക്കാൻ പറഞ്ഞ ആളുകളുടെ പൈസ പോലും തരാതെയാക്കിയെന്ന ഈ സന്ദർഭം വന്നിട്ട് ഇവിടെ എന്താ ചർച്ച? ആ ചർച്ചയ്ക്ക് ആരുമില്ലല്ലോ. ഇന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ട്. അതുപോലും ആരെങ്കിലും ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഒരു സമയം പോലും കിട്ടില്ല. എന്താ സംഭവം നടന്നത് പ്രളയത്തിനെ കുറിച്ചിട്ട് അതുപോലും ഇന്ന് ചർച്ച ചെയ്യണ്ടോ? ഇവിടുത്തെ സാധാരണ പാവപ്പെട്ടവൻ, നമുക്ക് ഒരു വീട് നഷ്ടപ്പെട്ടാലേ അതിൻ്റെ വേദന എന്താ. ആയുഷ്കാലം മുഴുവൻ എന്തെന്ന് സമ്പാദിച്ചിട്ടാണ് ഒരു കൊച്ചു വീടുണ്ടാക്കിയത്. ആ വീട് മുഴുവൻ നശിച്ചു പോയി, തൻ്റെ അസ്തിത്വം പോയി. നമുക്ക് എവിടെ പോയാലും ഒരു സുരക്ഷിത വീട്ടിലാണ്, ആ വീടില്ലാതെയായി.
അത് നമുക്ക് ചർച്ച ചെയ്യാനോ സഹായിക്കാനോ എന്തെങ്കിലും അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഇതുമൂലം ഇല്ലാതാവുന്നത്. ഇല്ലാതെയല്ലേ? നമ്മളിത് ശക്തമായി ഒന്ന് ആവശ്യപ്പെട്ടോ? ഈ BJP ശബരിമലയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ വാദിക്കുന്ന BJP ഇവിടെ കിട്ടിയ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനോ അവർക്കൊന്ന് വേണ്ടി പറയാനോ അവർ തയ്യാറാകുന്നില്ലല്ലോ. പക്ഷെ ആ തയ്യാറായിട്ട് ജനങ്ങൾ അവർക്കെതിരായി പറയേണ്ടതാണ്. അവർക്കത് പറയുന്നതിൽ ഈ വർഗീയം കൊണ്ടവരില്ല. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് കൃഷ്ണൻകുട്ടിയേട്ടനോട് പുതിയ വകുപ്പിനെ കുറിച്ച് പഠിച്ചോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ജലവിഭവ വകുപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊരു വകുപ്പാണ്. ആ വകുപ്പിൽ എന്തായിരിക്കും ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്? ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജലസേചന വകുപ്പ് എന്നുള്ളത് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്? കൃഷിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ജലസേചന വകുപ്പ് വേണ്ടി കൃഷി ഉണ്ടാക്കിയതല്ല. അത് ആ കൃഷിക്ക് എങ്ങനെ നല്ല രീതിയിൽ അത് വകുപ്പ് കൃഷിക്കാർക്ക് വേണ്ടിയാണെന്ന് ബോധത്തോടുകൂടി മുന്നോട്ട് പോകും. അതാണല്ലേ. അതേപോലെ കുടിക്കാൻ വെള്ളമില്ലാത്ത, ആർക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സാധാരണക്കാരുടെ റൂറൽ പ്രദേശത്തിലുള്ള വെള്ളം. ഇപ്പോഴത്തെ റൂറൽ പ്രദേശത്തിൽ എത്ര ആൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ടെന്നുള്ളത് ധരിച്ചേക്കാം. വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. ബാക്കി നമ്മൾ പട്ടണ പ്രദേശങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ജലവിഭവ വകുപ്പ് എപ്പോഴും ഒരു പ്രശ്നവകുപ്പാണ്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളുമായിട്ടുള്ള നദീജല തർക്കങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു? അതിൽ നമുക്കൊരു വീഴ്ച വരാതെ നമുക്ക് മുഖ്യമന്ത്രിയെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇത് ഒരു മന്ത്രി വിചാരിച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റും. നമ്മൾ കൂട്ടായി ഗവൺമെൻറ് തലത്തിലും ഇത് കേന്ദ്രവും മറ്റ് സ്റ്റേറ്റുകളും ഒക്കെ ഇടപെടുന്ന പ്രശ്നമാണ്. ഇത് വൈകാരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ സൂക്ഷിച്ച്, എന്നാൽ നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് അതിലുള്ളത്. അല്ലെ, നമ്മൾ നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്താൽ നമുക്ക് നഷ്ടം വരാതെ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഉറപ്പ് എനിക്കുള്ളത്. മന്ത്രിയായി അധികാരമേറ്റ് ആദ്യത്തെ മണിക്കൂറുകളാണ്. ഈ മണിക്കൂറുകളിൽ ജനങ്ങൾക്ക് എന്ത് വാക്കാണ് ഞങ്ങളുടെ ക്യാമറയിലൂടെ കൊടുക്കാനുള്ളത്? ജനങ്ങൾക്ക് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജലസേചന വകുപ്പ് കൃഷിക്ക് വേണ്ടിയിട്ടാണ്. ആ കൃഷിക്ക് പരമാവധി ഉപയോഗിക്കണം. കുടിവെള്ളം നമുക്ക് വെള്ളം ഏറ്റവും ജീവനുള്ള, അത് എല്ലാവർക്കും എത്തിക്കാനുള്ളൊരു പ്രയത്നമായിരിക്കും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. വളരെ അനുഭവസമ്പന്നനായ താങ്കൾ, വളരെയധികം നിലപാടുകൾ ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള താങ്കൾ മന്ത്രിയാകുമ്പോൾ വളരെ വലിയ പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്. അതൊക്കെ നിറവേറ്റി താങ്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നമസ്കാരം.